CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ചൊവ്വന്നൂരിൽ പന്തല്ലൂർ വില്ലേജ് ഓഫീസിനടുത്ത് ടോറസ് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 18 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. പഴഞ്ഞി ചെറുതുരുത്തി സ്വദേശിനി മണ്ടുമ്പാൽ വീട്ടിൽ അനിൽകുമാറിന്റെ മകൾ 18 വയസ്സുള്ള അപർണയാണ് മരിച്ചത്. പോർക്കുളം കമ്പിപ്പാലത്ത് അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് സ്വർണം കവർന്ന പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ചാലക്കുടി പരിയാരം സ്വദേശി ചെറിയക്കര വീട്ടിൽ ജെയ്സണെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കേച്ചേരിയിൽ ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് അപകടം. ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു. ലോറി ഡ്രൈവറായ മൂന്നാർ സ്വദേശി പളനിസ്വാമി മകൻ ഏനാക്കി മുത്തുവിനാണ് സാരമായി പരിക്കേറ്റത്. 10 ദിവസം ഗുരുഭവനപുരിയെ ഭക്തിയിൽ ആറാടിച്ച ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് കൊടിയിറങ്ങി. ആറാട്ടിനു ശേഷം ഇന്ന് പുലർച്ചെയാണ് കൊടിയിറക്കിയത്. മാലിന്യ സംസ്കരണത്തിലും ശുചിത്വ പ്രവർത്തനത്തിലും ജനങ്ങളുടെ മനോഭാവം മാറേണ്ടതുണ്ടെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ്. കുന്നംകുളം നഗരസഭയുടെ ഗ്രീൻ ടെക്നോളജി സെന്റർ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് ക്ഷേത്രത്തിലെ പൂരമെഴുന്നള്ളിപ്പിൽ 7 വർഷത്തിനുശേഷം ഗജരാജാവ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ അണിനിരന്നത് ഉത്സവപ്രേമികൾക്ക് ആവേശമായി. മുലയമ്പറമ്പത്തുകാവ് പൂരാഘോഷത്തിന്റെ ക്രമസമാധാന പാലനത്തിനായി ചാലിശ്ശേരി പോലീസ് വൻ സുരക്ഷയൊരുക്കി. ഹിന്ദു ഐക്യവേദി കുന്നംകുളം താലൂക്ക് പ്രസിഡന്റ് AS പ്രേമരാജ് നയിച്ച ഹിന്ദു അവകാശ മുന്നേറ്റ യാത്രയ്ക്ക് ചൂണ്ടൽ സെന്ററിൽ സ്വീകരണം നൽകി. ഹിന്ദു ഐക്യവേദി ജില്ലാ ജനറൽ സെക്രട്ടറി PN അശോകൻ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് സർക്കാർ നടത്തുന്ന വികസന കുതിപ്പ് തുടരുമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ്. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ നീണ്ടൂർ ആദൂർ വെള്ളർക്കാട് റോഡ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു. ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന പേരിൽ കേച്ചേരി സിറ്റി മഹൽ ഓഡിറ്റോറിയത്തിൽ നടന്ന വയോജന സംഗമം ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ ഉദ്ഘാടനം ചെയ്തു. മരത്തങ്കോട് പുതിയ മാത്തൂർ ശ്രീ കോഴിയർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. കഥകളി മുദ്രകൾ കൊണ്ട് വേറിട്ടതാക്കി അൻസാർ കൾച്ചറൽ ആൻഡ് ഹെറിറ്റേജ് ക്ലബിന്റെ ഉദ്ഘാടനം കഥകളി ആചാര്യൻ പിശപ്പള്ളി രാജീവൻ നിർവഹിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനും പോലീസ് സ്റ്റേഷനും സമീപത്ത് കുടുംബശ്രീ ആരംഭിക്കുന്ന പിങ്ക് കഫേയിൽ നിന്നുള്ള മലിനജലം ഒഴുക്കിക്കളയുന്നതിന് പൊതുനിരത്തിൽ മാലിന്യക്കുഴി നിർമ്മിച്ചതിനെതിരെ പ്രതിഷേധം. പഞ്ചായത്ത് അംഗം MC ഐജുവിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരും കോൺഗ്രസ് പ്രവർത്തകരും രംഗത്തെത്തി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ CITU കണ്ടാണശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മറ്റം BSNL ഓഫീസിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും നടത്തി. സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും ചരിത്രത്തിൽ ആദ്യമായി മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് NGO അസോസിയേഷൻ മെഡിക്കൽ കോളേജ് ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെഡിക്കൽ കോളേജ് സബ് ട്രഷറിയിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. വേലൂർ പുലിയന്നൂർ ഗവൺമെന്റ് UP സ്കൂളിലെ യാത്രയപ്പ് സമ്മേളനവും അധ്യാപക രക്ഷാകർതൃ ദിനവും വെള്ളിയാഴ്ച കുന്നംകുളം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. എളവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആട്ടവും പാട്ടും സംഘടിപ്പിച്ചു. പ്രീ പ്രൈമറി വിഭാഗം വിദ്യാർത്ഥികൾക്കായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ആട്ടവും പാട്ടും വിദ്യാഭ്യാസ പോഷണ പരിപാടി എളവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജിൽ മാർച്ച് 1 മുതൽ 7 വരെ നടക്കുന്ന മെഗാ അക്കാദമിക് ഫെസ്റ്റിന് തുടക്കമായി. പോർക്കുളം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണം 2023-24 പദ്ധതി പ്രകാരം സൗജന്യ പയർ വിത്ത് വിതരണം നടത്തി. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ 2023-24 അധ്യയന വർഷത്തിലെ ടാലന്റ് അവാർഡ് ഡേ ആഘോഷിച്ചു. വടക്കേക്കാട് കൊച്ചന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനോത്സവം വ്യത്യസ്തമായ പരിപാടികളോടെ ആഘോഷിച്ചു. പെരുന്തുരുത്തി എയ്ഡഡ് സ്കൂളിന്റെയും മാർ ബസേലിയോസ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിന്റെയും സംയുക്ത വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. പുന്നൂർകുളം അണ്ടത്തോടെ മുസ്ലിം ലീഗ് നേതാവ് മർഹൂം CH മുഹമ്മദ് കോയ സാഹിബിന്റെ നാമധേയത്തിൽ അണ്ടത്തോട് ആരംഭിച്ച CH കലാ സാംസ്കാരിക വേദിയുടെ ഓഫീസ് ഉദ്ഘാടനം നടത്തി. സമൂഹത്തിൽ മാരക രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർക്ക് സാന്ത്വനമേകാൻ മാധ്യമം തുടക്കം കുറിച്ച ഹെൽത്ത് കെയർ പദ്ധതിയിലേക്ക് പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാർത്ഥികൾ ശേഖരിച്ച തുക കൈമാറി. കുന്നംകുളം മെയിൻ റോഡ് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിലെ സൺഡേ സ്കൂൾ വാർഷികം ഞായറാഴ്ച ആഘോഷിക്കും. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, YouTube ചാനൽ, Facebook പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.